സാറേ പിന്നെ ഈ യോഗത്തിന് കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളിവിടെ ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള സാധുക്കളായ കുട്ടികളുടെ എന്നുവെച്ചാൽ ഇത് പറയുന്നത് ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് SLCക്ക് പരീക്ഷ അതിനേക്കാളും കൂടുതൽ ചിലവാകുന്നവരുടേതാണ് ഡാൻസ് ഐറ്റം. ആ ഐറ്റംസ് അതായത് രംഗത്ത് കൊണ്ടുവരണമെങ്കിൽ തന്നെ അത് ഒരു അരക്കേറ്റം നടത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കുട്ടിക്ക് 1 ലക്ഷം രൂപയോളമാണ്. അതില്ലാത്ത കുട്ടികളെല്ലാവരും നിരാശരായി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മ ഫസ്റ്റായിട്ട് രൂപം കൊണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് പ്രവർത്തിക്കുന്നതും മറ്റ് കലാപരിപാടികളും അതുപോലെ ക്ഷേത്രകലകളെ നശിച്ചുപോയ ക്ഷേത്രകലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് നമുക്ക് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നടത്തിയ നല്ല ഗംഭീരമായിട്ടാണ് നടന്നത്. കഴിഞ്ഞ തവണത്തെ പരിപാടി ഉഗ്രൻ ആയിരുന്നു. ഒരുപാട് പേര് കമൻ്റ് ഇടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ കൂട്ടായ്മയിൽ എല്ലാവരും കൂടി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യ അംഗങ്ങളെ, മുഖത്തല കേന്ദ്രമാക്കി മുരാരി ദേവൻ്റെ നാമത്തിൽ 2025 സെപ്റ്റംബർ 15-ാം തീയതിയാണ് മുരഹരി നൃത്ത സംഗീത ഭജന കൂട്ടായ്മ എന്ന ഈ സാംസ്കാരിക സംഗീത കൂട്ടായ്മ രൂപം കൊണ്ടത്. മുഖത്തല കേന്ദ്രമാക്കി ഭഗവാന്റെ തിരുമുമ്പിൽ എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച മുരാരി ഭഗവാന്റെ തിരുമുമ്പിൽ ഈ പ്രോഗ്രാം നടന്നു വരികയാണ്. വളരെ ഭംഗിയായി കലാപരമായും വാസനയുള്ള കലാപ്രതിഭകളെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. സാധാരണപ്പെട്ട കുട്ടികൾക്ക് പോലും അവരുടെ കലാവാസനയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്രയും അതായത് വീട് ജോലികളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ അവസരങ്ങൾ അത് ഭംഗിയായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇത്രയും പേരുടെ ഈ ഒരു യോഗം തന്നെ. സമൂഹത്തിലെ കലാവാസന ഉള്ള പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ മാസത്തെ പ്രോഗ്രാം 26-ാം തീയതി കൃത്യം 5:30 ഭഗവാന്റെ തിരുമുമ്പിൽ തിരുവാതിര എന്ന പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 200-ൽ പരം കലാകാരികൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയും ഒപ്പം ഈ മെഗാ പ്രോഗ്രാമിൻ്റെ ഈ തിരുവാതിര എന്ന ഈ മെഗാ പ്രോഗ്രാമിൻ്റെയും ഒപ്പം ഗ്രൂപ്പ് പ്രോഗ്രാമിൻ്റെയും ഉദ്ഘാടനം മുഖത്തല സമാനത്തിനായ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ അവരുകളെ നിർവഹിക്കുന്നതാണ്. മുഖത്തല ക്ഷേത്രത്തിലെ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെടികളെ വെച്ചുപിടിപ്പിക്കുകയും കല്യാണ മണ്ഡപം സ്ഥാപിക്കുകയും ഒരു ന്യൂറോ പെയിൻറ്റ് അടിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ കൂട്ടായ്മ അംഗം മണികണ്ഠൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി പ്രവർത്തിച്ച് അത് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പല പ്രോഗ്രാമുകളും ചെയ്യുന്നത്. എന്നോട് തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം മണികണ്ഠൻ സൂചിപ്പിച്ചിരുന്നൊരു തൊട്ടിൽ ഭഗവാനെ കിടത്തുന്ന തൊട്ടിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഭക്തിപരമായ സാംസ്കാരിക കൂട്ടായ്മ നിലനിർത്താൻ കഴിയുള്ളൂ. ഭക്തരെ കണ്ട് ഈ മാസം 10-ാം തീയതി അതിൻ്റെ പണി ആരംഭിക്കുകയും അതുപോലെ തന്നെ തന്ത്രി മണ്ഡപത്തിൽ സൗകര്യം അവർക്ക് താമസിക്കാനുള്ള ഒരുക്കി കൊടുക്കുകയും ഈ പരിപാടി ദിവസം അന്നദാനം അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും മൊമെൻറ്റോയും നൽകാൻ ഈ മെഗാ പ്രോഗ്രാം നൽകാൻ തീരുമാനം ഉണ്ടാകുകയും ഒപ്പം ഈ മെഗാ പ്രോഗ്രാമും ഗ്രൂപ്പ് പ്രോഗ്രാമും വിജയിപ്പിക്കണമെന്ന് എല്ലാ മീഡിയ പ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഹാർദവമായി ഞങ്ങൾ അവരുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു. അഡ്വൈസറി കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, മുൻ കമ്മിറ്റി അംഗം മണികണ്ഠൻ, നമ്മുടെ കൂട്ടായ്മയിൽ അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൽ പൊതുയോഗമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. നമ്മൾ 10-200 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ നിന്നും ഏതാനും ഒരു 16 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ശൈലി വലുതാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പൊതുയോഗത്തിൽ ഒരു 9 പേരെയും കൂടെ വോട്ട് ചെയ്ത് 25 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചതും ഇതിൻ്റെ ഉദ്ദേശമൊക്കെ ഇതിൻ്റെ രക്ഷാധികാരിയും ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളുടെ കല മറക്കാതിരിക്കാൻ വേണ്ടി ഈ കല അവിടെ അവതരിപ്പിക്കുന്നതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം.
ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മുടെ 6ാമത്തെ പ്രോഗ്രാമാണ് ഈ തിരുവാതിര. അപ്പോൾ 200 പേരിൽ അടങ്ങുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് പല തിരുവാതിര ടീമുകൾ ഇവിടെ എത്തുന്നത്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനും ഒരു ആലോചന യോഗമാണ് ഇന്നത്തെ മെൻസിനകത്ത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 500 പേർക്ക് തന്നെ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. പിന്നെ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 12ാം കളഭമാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം അഡ്വൈസറി കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മറന്നു കിടക്കുകയാണ്. ആ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് ആരും മുന്നിൽ നിന്ന് ചെയ്യാനോ ഒന്നും തയ്യാറുമല്ല. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ് എടുത്തത് അന്നത്തെ അന്നദാനവും അന്നത്തെ അവിടുത്തെ വിളക്കും അവിടുത്തെ ഒരു ആൾക്കൂട്ടവും എല്ലാം വരാൻ വേണ്ടിയാണ് ഈ ദിവസം തന്നെ നമ്മൾ എടുത്തത്. നമുക്ക് ഇതിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റ് രതീഷിൻ്റെ സഹായവും ഉണ്ട്. മണികണ്ഠനാണെങ്കിൽ എപ്പോഴും അമ്പലത്തിൻ്റെ വർക്കിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ 1.5 ലക്ഷം രൂപയുടെ ഒരു വർക്കാണ് നമ്മൾ അമ്പലത്തിനകത്ത് ചെയ്യുന്നത്. അത് മണികണ്ഠൻ്റെ കെയർ ഓഫിൽ ഒരു വ്യക്തം ചെയ്യുന്നതാണ്. കൂട്ടായ്മ അതിന് സഹായിക്കുന്നേ ഉള്ളൂ, ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ കയ്യിൽ പങ്ക് വഹിക്കുന്നത് മണികണ്ഠനാണ്. അതൊരു കഥർ മണ്ഡപം തന്നെ ഇന്നത്തെ ആ മണ്ഡപത്തിന് തന്നെ അടിയായിരുന്നു ആ കല്യാണം നടത്താൻ. എന്നുവെച്ചാൽ ആര് നടത്തും അതിന് മുമ്പേ. അപ്പോൾ ഒരു മണ്ഡപം വന്നപ്പോൾ തന്നെ അവിടെ അമ്പലത്തിലേക്ക് നല്ല പുരോഗമനമാണ്. അവിടെ ആ കല്യാണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി പറയുന്ന പോലെ ഇപ്പോൾ ഫോണിലൊക്കെ നമ്മുടെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അമ്പലത്തെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് അങ്ങനെ ഒരു അനക്കമില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ചാനലുകാർ നിങ്ങളെല്ലാവരും കൂടെ ഈ അമ്പലത്തിൻ്റെയും പ്രവർത്തനത്തെയും ഞങ്ങളെ കൂട്ടായ്മയും അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിലോ ഇത് നാട്ടിൽ അറിയുകയുള്ളൂ. നമ്മൾ ഗുരുവായൂർ കൂട്ടുകയാണ്. ഇപ്പോൾ അടുത്ത മാസം 25 വരെ അടങ്ങുന്ന ഒരു അരങ്ങേറ്റം വരുന്നുണ്ട്. അത് അവർക്ക് നമ്മളെ ഡേറ്റ് അല്ലാതെ ഒരു ഡേറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരവർ കണ്ടിട്ട് 25 വരെ ഇറങ്ങുന്ന ഒരു അരങ്ങേറ്റം കൊടുക്കാനുള്ള അവസരം നമ്മൾ ബഹുമാനപ്പെട്ട സബ് ഓഫീസറായിട്ട് ആലോചിച്ച് നമ്മളെ ഡേറ്റ് എടുത്ത് കൊടുക്കാം. നമുക്ക് ആലോചിച്ച് എല്ലാവരും തീരുമാനിക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു വിനോദയാത്ര ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സാമ്പത്തികം എടുത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മണ്ടയ്ക്കായിട്ട് ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മണികണ്ഠൻ്റെ ഒരു നിർദ്ദേശം പറയുന്നുണ്ട്, നമുക്ക് ഗുരുവായൂർ എല്ലാ മാസവും ഇവിടുന്നൊരു വണ്ടി വിടാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നമുക്ക് പോകേണ്ടവർക്കൊക്കെ മാസത്തോടെ ഞാൻ തയ്യാറാണ് എല്ലാ മാസം പാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസം തൊഴുന്നതിന് ഒരു ഗുരുവായൂരിലേക്ക് വണ്ടി വിടാം. അങ്ങനെയൊക്കെ വിടുന്ന ആ പൈസ എടുത്ത് നമുക്ക് പൊതുകാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുക അടച്ചിട്ട് അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെ കൂട്ടായ്മ അംഗങ്ങളെ അനുമോദിക്കണം. എല്ലാ കുട്ടികൾക്കും അവർക്ക് അവാർഡുകൾ കൊടുക്കണം. അതിനൊക്കെ സാമ്പത്തികം വേണം. അങ്ങനെ ഈ സാമ്പത്തികം നമുക്ക് സ്വരൂപില്ല. അല്ലാതെ നമ്മൾ കൂട്ടായ്മ അല്ലാത്തവരെ ഒരു പിരിവുമില്ല. നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും വേണ്ടുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ മാസവരി ആയാലും പ്രവേശന ഫീസ് ആയാലും. അതുകൊണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടെ വീഴട്ടെ. നമ്മളെ കൂട്ടായ്മയിൽ ഒരു 7-8 പേര് അതിനകത്ത് വന്നാൽ നമ്മളെ കൂട്ടായ്മ ഒന്നുകൂടെ ശക്തിപ്പെടുത്താം. കൊട്ടാരക്കര 2 ടീം വരുമെന്ന് പറഞ്ഞായിരുന്നു. അവർ നല്ല പ്രൊഫഷണൽ ടീമുകളായിരുന്നു. പക്ഷേ അവർക്ക് അന്ന് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് അവർക്ക് മുഖത്തിൽ അമ്പലത്തിൽ കളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ വിളിച്ചതാണ്. അവർ വരാൻ പറ്റില്ലെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സാവണ്ണെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആദ്യം ഞാൻ വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ പറയണത് മണികണ്ഠൻ അവൻ 24 മണിക്കൂർ അമ്പലം 24 മണിക്കൂർ തുറക്കാൻ ഞാനകത്ത് തന്നെ ഇരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുള്ള പയ്യനാണ്. പരീക്ഷണം കഴിഞ്ഞാൽ ഇപ്പോൾ അവനാന്ന് തോന്നുന്നു അവിടെ അമ്പലത്തിൽ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അവൻ്റെ ബ്രേക്ക് കമ്പണ്ട് ഇപ്പോൾ ഒരു തൊട്ടിൽ നിർമ്മിക്കും. അത് സാവണ്ണം പറയാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. വിഷുവിന് അതിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വിഷുവിന് ഒരു 25,000 രൂപയോളം വരെയുള്ള ഒറ്റ തടിക്കകത്ത് ഗരുഡിൻ്റെ രൂപത്തിലുള്ള ഒരു തൊട്ടിലാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കണം. വലിയ വിഷയങ്ങളില്ലാതെ ഒത്തൊരുമയോടുകൂടി എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ പരിപാടി വൻ വിജയമാക്കണം. നമ്മളുടെ കൂട്ടായ്മയ്ക്ക് തന്നെ ഒരു വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായത് ഒരുപാട് നന്മകളാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. കുട്ടികൾക്കുള്ള കലാവാസനകൾ വികസിപ്പിക്കുന്നതിനും മറ്റ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ പ്രോഗ്രാമിലായിട്ട് വരുമ്പോൾ അവർക്ക് നല്ല ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇതിൽ കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും എപ്പോഴും വേണമെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് അമ്പലത്തിലെ ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ കൂട്ടായിട്ട് തീരുമാനം എടുക്കണം.
ഞങ്ങളുടെ ഈ മുരാരി കൂട്ടം എന്ന് പറയുന്നത് കൂടുതലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. എല്ലാ കാര്യത്തിലും വേണ്ട സഹായം എല്ലാവരും